കൃഷ്ണ ഗുരുവായൂരപ്പ. ഓരോരുത്തരും വരുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ കഥകൾ അമ്മ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ച് ഓരോരുത്തരും അമ്മയോട് പറഞ്ഞ് കരയാറുണ്ട്. ഇരിക്കാൻ വീടില്ല, അല്ലെങ്കിൽ എൻ്റെ ഓരോരോ ദുഃഖങ്ങളൊക്കെ ഞാൻ പറയും. എനിക്ക് അനുഭവ കഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ അറിഞ്ഞ് വിളിച്ചാൽ കണ്ണൻ കൂടെ ഉണ്ട് എന്ന് ഞാനെന്നും പറയാറുണ്ട്. കുറേ വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു, അതെല്ലാം കണ്ണൻ നമുക്ക് തരണം ചെയ്ത് തരുന്നു. നമ്മൾക്ക് ഇതുപോലെ മുന്നേ അമ്മ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പറയുന്നത് ഈ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ വിഷമതകൾ വരുന്നത് എന്താ അതിന്റെ കാരണം എന്ന് മനസ്സിലായിട്ടുണ്ടോ? പലരും തെറ്റിദ്ധാരണയോടുകൂടി പറയുന്നുണ്ട് ഭഗവാനാണ് ദുരിതങ്ങൾ തരുന്നതെന്ന്. ഭഗവാൻ ഇപ്പോഴും പറയണത്, ഇപ്പോൾ എന്നോട് പറഞ്ഞത് ഒരാൾ പറയണത്, നമുക്ക് ഭഗവാന് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് ഭഗവാൻ ദുഃഖങ്ങൾ കൊടുക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഭഗവാനെ വിശ്വസിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ്. ഞാൻ എൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഭഗവാന് നമ്മൾ ആർക്കാ ഇഷ്ടം, ഭഗവാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് നമുക്ക് ദുഃഖങ്ങൾ കൊടുക്കുക. അപ്പം അമ്മ അതിലും വിശ്വസിച്ചു അമ്മ. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഓരോരോ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, നമ്മളറിയില്ല. കഴിഞ്ഞ ജന്മത്തിലെ എന്തെങ്കിലും പാപങ്ങളുടെ ബലമായിരിക്കാം നമുക്ക് അനുഭവിച്ചോണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്. നമുക്കൊന്നും അറിയില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോ ചെറിയൊരു വിഷമങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും തല്ലുകൂടെ പിടിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ അതൊന്നും നമുക്ക് ഇങ്ങനെ ഒരു വിധിക്കല്ല വരുന്നത്. ബുദ്ധിമുട്ട് പാപങ്ങൾ ചെയ്തതാവും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മ നല്ല വിഷമത്തിൽ തന്നെ മോള് കുറച്ച് കാലമായിട്ട് ഇപ്പം അമ്മ കല്യാണം കഴിഞ്ഞ് വന്നു. പക്ഷെ ഭഗവാൻ നമ്മുടെ കൂടെയുള്ള കാരണം കൊണ്ട് അമ്മേനെ ബുദ്ധിമുട്ടിച്ചില്ല. അപ്പം ഞാൻ പറയാം, കണ്ണൻ്റെ കാലും ചോട്ട് നിൽക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് തന്നു. ഇപ്പം അമ്മ വീട്ടു പണിക്ക് പോവുകയാണെങ്കിൽ ആ ഇതിന് അമ്മ അങ്ങനെ ആ ഇതിലേക്കേ പോവുള്ളൂ. അമ്മയ്ക്ക് കണ്ണനെ വിളിക്കാനുള്ള സമയമില്ല. പക്ഷെ അമ്മയ്ക്ക് ഇവിടെ വന്നപ്പോൾ അമ്മ വരുന്ന നേരത്ത് അമ്മ എവിടെ എത്തുന്നു പറഞ്ഞാൽ അവിടെ എൻ്റെ നാവിൽ വരുന്നത് ഈ കണ്ണൻ്റെ ഒരു നാമമാണ്. ഇപ്പോൾ വേറൊരു അമ്പലത്തിൽ പോയി അപ്പോഴും എനിക്ക് വരുന്നത് ഈ ഗുരുവായൂരപ്പൻ്റെ നാമമാണ് എനിക്ക് വരിക. അപ്പോൾ എൻ്റെ അനിയത്തി പറയും, ഞാൻ 2 പ്രസവങ്ങളെല്ലാം വേഗം കഴിഞ്ഞു. അപ്പോൾ കുമാരി ഭഗവാനെ വിളിക്കുന്ന കാരണം കൊണ്ടാവും കുമാരിക്ക് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാണ്ട് ബുദ്ധിമുട്ടില്ലാണ്ടൊക്കെ ഇങ്ങനെ നടന്നെന്ന് എൻ്റെ അനിയത്തി പറയാറുണ്ട്. യശോദ എന്ന് പറഞ്ഞൊരു അനിയത്തിൻ്റെ അവിടെ എപ്പോഴും പറയുന്നു, ഈ കണ്ണൻ്റെ ആളല്ലേ ഗുരുവായൂരപ്പൻ്റെ ആളല്ല, അതുകൊണ്ടാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്തത്. ഇപ്പോൾ ഇന്നും എനിക്ക് അന്നത്തിനും വസ്ത്രത്തിനും ധനത്തിനും ഒന്നും എൻ്റെ കണ്ണൻ ബുദ്ധിമുട്ടിക്കാണ്ട് ഇന്നും എനിക്ക് നമുക്കിപ്പോൾ ചോറ് കഴിക്കാൻ ചിലപ്പോൾ പൈസ കുറവാകുന്നു. അപ്പോൾ ആരെങ്കിലും മറ്റേ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കണോ, അപ്പോൾ ഞാനത് മക്കളെ ഞാൻ കഴിക്കാം എന്ന് വെച്ച് ഞാൻ കഴിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് അവർ ഭക്ഷണം മേടിച്ച് വന്നിട്ട് പോകും. ചിലർ ഡോക്ടർ ചോദിച്ചാൽ വേണ്ട അമ്മയ്ക്ക് പൈസ കൊണ്ട് അമ്മ മേടിക്കുമോ, ഞാൻ മേടിക്കും. അത് ചിലർ 500 രൂപ തരും, ചിലർ 200 രൂപ തരും, ചിലർ 300 രൂപ തരും. അങ്ങനെ അമ്മേനെ പല ആൾക്കാരും അമ്മനെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഭഗവാൻ അമ്മയുടെ കൂടെ ഉണ്ട്. എന്നിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു 10 രൂപ നഷ്ടപ്പെട്ട ഒരാൾ ടിക്കറ്റ് കുറച്ച് ചോദിച്ച് അമ്മയടുത്ത് മേടിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആരെങ്കിലും 100 രൂപ അമ്മയുടെ കയ്യിൽ കൊണ്ട് തരികയാണ്. അപ്പോഴും അമ്മയ്ക്ക് അവിടെ നഷ്ടം പോകാൻ പറ്റുന്നില്ല. ഞാൻ അപ്പം പറയും, എൻ്റെ ഗുരുവായൂരപ്പ അപ്പോഴും എൻ്റെ കൂടെ. ഈ ഒരു ഭഗവാന്റെ നാമം അമ്മയ്ക്ക് എൻ്റെ നാവിലെന്നും ഭഗവാനെ വിട്ടിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഏത് അമ്പലത്തിൽ പോയാലും പെണ്ണിട്ട് ആൾക്കാർ പറയും മക്കളുടെ വയ്യായ മാറാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് അമ്മ പ്രാർത്ഥിച്ചുകൂടെ, അവിടെ പോയി നടക്കുന്നില്ല. എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പനെ വിട്ട് എനിക്ക് പറ്റില്ല. ഞാനൊരു ദിവസം തന്നെ ത്രിഭാസിന് പള്ളിക്ക് ഒരു കൂട്ടിൽ കൊണ്ടുപോയി. പക്ഷേ ഞാൻ അവിടെ നിന്ന് എൻ്റെ കണ്ണിൽ ഞാൻ അവിടെ നിന്ന് വിളിച്ചത് ഞാൻ ഗുരുവായൂരപ്പനാണ്. പക്ഷെ പിന്നെ ഇന്ന് വരെ ഞാൻ ആ പള്ളിക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഭഗവാനെ പറ്റില്ല. എനിക്കൊരു കളിയില്ല, ഒരിടത്തേക്കും പോവേം വേണ്ട, എവിടേക്കും ഞാൻ പോവില്ല. അപ്പം ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്ന സുഖമായാലും ദുഃഖമായാലും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രാർത്ഥന ഉണ്ട്, എനിക്ക് താലിഭാഗ്യം മക്കൾ ഭാഗ്യം തരണം, എനിക്ക് എൻ്റെ മക്കളെ നോക്കാനുള്ള ആയുസ്സും ആരോഗ്യം തരണം. ഇത് മാത്രമേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് കണ്ണൻ്റെ അടുത്തേക്ക് പോകണം, ഈ നമുക്ക് മനുഷ്യജന്മമുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് എത്തിപ്പോകണം. ഈ 2 പ്രാർത്ഥന മാത്രമേ അമ്മ എപ്പോഴും വരുമ്പോഴും പ്രാർത്ഥിക്കുന്നുള്ളൂ. പിന്നെ ഒന്നും പ്രാർത്ഥിക്കാനില്ല. ഈ കണ്ണെന്തെങ്കിലും തന്നാൽ നമുക്ക് മേടിക്കാം. ഇപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ ഓരോ ദിവസം വയ്യാണ്ടാവുകയാണല്ലോ. അപ്പോൾ മക്കൾക്ക് ഇപ്പോൾ അവർ പണിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ വല്ലാണ്ട് സമ്പാദ്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഗുരുവായൂരപ്പനോട് നമുക്ക് അതൊന്നും നമ്മൾ പറയുന്നുണ്ട്, കണ്ണം തന്നാൽ നമ്മൾ മേടിക്കും. അപ്പോൾ നമ്മൾ ചോദിച്ചതെല്ലാം എനിക്ക് എൻ്റെ ഭഗവാൻ തന്നുണ്ട്. അത് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. ആരാരെൻ്റെ അടുത്ത് കഥകൾ വന്ന് പറഞ്ഞാലും ഞാൻ ഈ അനുഭവം ഞാൻ പറയാറുണ്ട്.